അതായത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ട 1ാം റാങ്ക് ആണോ, 2ാം റാങ്ക് ആണോ, 3ാം റാങ്ക് ആണോ? നിങ്ങൾ എന്തുകൊണ്ട് ഇത് മാത്രം നോക്കുന്നു? റാങ്കുകളുടെ ഏറ്റവും ബെസ്റ്റ് റാങ്ക് മാത്രം നോക്കുന്നതിന് പകരം എത്ര പേർ പഠിച്ചു, അതിൽ എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് എന്തുകൊണ്ടാണ് നോക്കാത്തെ? MBBS കിട്ടി നേടിയെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. അവരെ പോലെ നിങ്ങൾക്ക് നാളെ സംസാരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്ന ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഒന്ന് റാങ്ക് പിന്നിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കാൻ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ കുട്ടികളെ റിപ്പീറ്റേഴ്സിന് അയക്കുന്ന പാരൻസിനോട്, ചിലപ്പോഴും നമ്മുടെ കുട്ടി +2 കഴിഞ്ഞതാവാം, അതല്ലെങ്കിൽ ഈ വർഷത്തെ നീറ്റ് എഴുതി അവർ പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളുടെ പാരൻസ് ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ചില വസ്തുതകളാണ്. അതായത് നമ്മുടെ കുട്ടീനെ വിടുമ്പോൾ എന്തായാലും നമ്മുടെ കുട്ടി നല്ല സ്കോർ വാങ്ങിച്ച് അടുത്ത വർഷം MBBS സീറ്റ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഹോപ്പോട് കൂടെയാണ് നമ്മൾ വിടുന്നത്. ഇങ്ങനെ ഓരോ കുട്ടിയും വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടെ ഇറങ്ങുമ്പോൾ എല്ലാ പാരൻസിൻ്റെ ഉള്ളിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർക്കിടയിലും ആ കുട്ടി ഡോക്ടറായിട്ട് തിരിച്ചു വരും എന്നുള്ള ഹോപ്പോട് കൂടെയാണ് നമ്മൾ അവരെ പറഞ്ഞയക്കുന്നത്. പക്ഷേ എന്താ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന അവസ്ഥ? എത്രത്തോളം കുട്ടികൾ റിപ്പീറ്റ് ലൈഫിലേക്ക് പോകുന്നു, അതിൽ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടുന്നു, ഇത് നിർബന്ധമായിട്ടും ഓരോ പാരൻസും അറിയേണ്ടതാണ്. നമ്മുടെ കുട്ടീനെ ഈ ഒരു ലൈഫിലേക്ക് നമ്മൾ വിടുമ്പോൾ അവരുടെ ഇഷ്ടമായിരിക്കാം, കുറേ കാലം മുന്നേ അവർ കണ്ട സ്വപ്നങ്ങളാവാം, ഇതൊക്കെ എന്തോ ആവട്ടെ, അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നാളെ എത്ര പേര് ഈ മത്സരത്തിൻ്റെ പിന്നാലെ ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതിൽ എത്രാമത്തതായിട്ട് നമ്മുടെ കുട്ടി എത്തിയാൽ മാത്രമേ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടൂ എന്നുള്ള തിരിച്ചറിവ് ഓരോ കുട്ടികൾക്കും അവരുടെ പാരൻസിന് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ഈ എക്സാമിൽ പതറി വീണു പോകുന്ന ആളുകളുടെ എണ്ണം ആയിരിക്കാം ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യാതെ ചിലപ്പോഴും നമ്മുടെ കുട്ടികളെ പഴിചാരുന്ന പാരൻസ് ഉണ്ട്. ചിലപ്പോഴും പാരൻസ് ആയിരിക്കില്ല, അതിനേക്കാൾ കുത്തുവാക്കുകൾ കേൾക്കുന്നത് നമ്മുടെ ചുറ്റിലുള്ള ആളുകളിൽ നിന്നാവാം. ഇവിടെ നമ്മുടെ കുട്ടി +2 നല്ല മാർക്ക് സ്കോർ ചെയ്തു, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയി, ഏറ്റവും കൂടുതൽ 99% അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ 99 സംതിങ് എന്തൊക്കെയോ ആവട്ടെ, ഇതൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, കുട്ടീനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടണം. ഏറ്റവും നല്ല കോച്ചിങ് സെന്ററിൽ പോയിട്ട് ഏറ്റവും നല്ല കോച്ചിങ് തന്നെ കൊടുക്കണം. ഈ കേരളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് തന്നെ എൻ്റെ കുട്ടിക്ക് കൊടുക്കണം. ഇതാണ് നമ്മൾ ഓരോ പാരൻസും ആഗ്രഹിക്കേണ്ടത്. പക്ഷേ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കേരളത്തിൽ മൊത്തത്തിൽ 50,000-60,000-ഓളം റിപ്പീറ്റേഴ്സ് ഉള്ള ഈ കേരളത്തിൽ എത്ര കുട്ടികൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് സെലക്ട് ചെയ്യപ്പെടുന്നു? ഇതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. 2,500-3,000-ഓളം കുട്ടികൾ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് മൊത്തത്തിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലും കേരള കോട്ടയിലുമായിട്ട് മൊത്തത്തിൽ ഗവൺമെന്റ് കോളേജിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം 3,000-ഓളം മാക്സിമം. അതായത് 2% കുട്ടികൾക്ക് മാത്രം സെലക്ഷൻ കിട്ടുന്ന എക്സാം. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കുട്ടി എവിടെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കാര്യം എല്ലാ പാരൻസും ചിന്തിക്കുക, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്രത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതിൽ എത്ര പേര് റിസൾട്ട് ആക്കി, എത്ര നമ്പർ, അതിൽ എത്ര പേര് റിസൾട്ട് ആയി. ഈ ചോദ്യം എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ നന്നായിട്ട് പഠിപ്പിച്ചിട്ട് ആദ്യത്തെ റാങ്കുകൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ സെന്റർ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എല്ലാ പാരൻസിൻ്റെയും ഓർമ്മയിലേക്ക് ഇരിക്കട്ടെ, അതായത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ട 1ാം റാങ്ക് ആണോ, 2ാം റാങ്ക് ആണോ, 3ാം റാങ്ക് ആണോ? നിങ്ങൾ എന്തുകൊണ്ട് ഇത് മാത്രം നോക്കുന്നു? റാങ്കുകളുടെ ഏറ്റവും ബെസ്റ്റ് റാങ്ക് മാത്രം നോക്കുന്നതിന് പകരം എത്ര പേർ പഠിച്ചു, അതിൽ എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് എന്തുകൊണ്ടാണ് നോക്കാത്തെ? അതുപോലെ അവിടെ എത്തിപ്പെടുന്ന കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ 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 ജില്ലകളിലെയും ഓരോ സ്കൂളുകളിലെയും ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന സെന്റർ ഏതൊക്കെയായിരിക്കാം? അങ്ങനെയുള്ള സെന്റർ മാത്രം നോക്കി പലരും പോകുമ്പോൾ അവിടെയുള്ള ഓരോ കുട്ടിക്കും കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ചും കൂടെ ഓരോ പാരൻസും ചിന്തിക്കേണ്ടിയിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് ഒരു നല്ല പേഴ്സണൽ കെയർ ആണ്, അവന് വേണ്ടത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്, അവൻ്റെ പേരെടുത്ത് വിളിക്കാൻ ഒരാളാണ്. ഇത്രയും കാലം ആ കുട്ടി 10th വരെ പഠിച്ചപ്പോൾ അവൻ്റെ പേര് ചൊല്ലി വിളിക്കാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എടാ മോനെ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നു. ആ ഒരാൾ ആ കുട്ടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ചിലപ്പോൾ ആ ടീച്ചർക്ക് വേണ്ടി പഠിച്ച കുട്ടികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മക്കള്. ആ ടീച്ചർ നന്നായിട്ട് അവനെ ഒന്ന് കൂടെ നിർത്തി മോനെ നിന്നെ കൊണ്ട് പറ്റൂന്ന് പറയുമ്പോൾ ആ ടീച്ചറിന് വേണ്ടി പഠിച്ച കുട്ടികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത്. അത് കഴിഞ്ഞ് +2ലേക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ പോലെയുള്ള കുറേ ആളുകൾ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ ചിലപ്പോൾ അവൻ്റെ പേരെടുത്ത് വിളിക്കാൻ ചിലപ്പോൾ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല.
അങ്ങനെ ആണെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒരു മാർക്കിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ അതിൻ്റെ കാരണം അന്ന് അവൻ ഇൻഡിവിജ്വലി കെയർ ചെയ്യാൻ ആളില്ലാതെ പോയതുകൊണ്ടാണ്, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ പോയതുകൊണ്ടാണ്. ഇനി ഓക്കെ, നിങ്ങളുടെ കുട്ടീനെ പ്ലസ് ടുവിലും ചേർത്ത് പിടിക്കാൻ ആളുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. അങ്ങനെയാണ് ആ കുട്ടി റിപ്പീറ്റിലേക്ക് പോകുമ്പോഴോ, അവിടെ റിപ്പീറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടീനെ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ അവർക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവണം. അല്ലാതെ 50,000 കുട്ടികൾ മത്സരിക്കുന്ന എക്സാമിൽ 3000 പേര് മാത്രം സെലക്ട് ചെയ്യുമ്പോഴാ പാടില്ല. നമ്മളെല്ലാവരും നോക്കുന്നത് ആദ്യത്തെ നമ്പർ ഓഫ് റിസൾട്ട് മാത്രമാണ്, മറിച്ച് ഇത്ര പേര് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എനിക്ക് JPSനെ കുറിച്ച് പറയാനുള്ള ഒറ്റ കാര്യമാണ്. ആദ്യത്തെ ബാച്ചിൽ 110 56 MBBS, രണ്ടാമത്തെ വർഷത്തിൽ 140 കുട്ടികളിൽ 61 MBBS, മൂന്നാമത്തെ വർഷം 107 MBBS, ഇതാ നാലാമത്തെ വർഷം 711 മാർക്കും 701 മാർക്കും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റ് റാങ്ക് കാണൂല, പക്ഷേ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാക്സിമം ആളുകൾ സെലക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ കുട്ടിക്ക് 1 റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ 200 റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ അവൻ പഠിക്കുന്ന ഒരേ കോളേജിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന കോളേജ് ചിലപ്പോൾ എടുത്ത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് 200 റാങ്ക് കിട്ടിയാലും 1 റാങ്ക് കിട്ടിയാലും ഒരേ കോളേജിൽ തന്നെ പഠിക്കും, അത് 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവന് സ്ട്രെസ് ഫ്രീ ആയിട്ട്, അവന് ടെൻഷൻ ഫ്രീ ആയിട്ട്, അവൻ്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ മെന്റർമാരോട് കൂടെ തന്നെ അവൻ പഠിച്ചു കഴിഞ്ഞാലേ അവൻ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ ടോപ്പാണ്, കേരളത്തിൽ ഏറ്റവും ബെസ്റ്റാണ്, എല്ലാ സ്കൂളുകളിലും ബെസ്റ്റാണ്, എല്ലാത്തിലും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവനെ എവിടെ കൊണ്ടിട്ടാലും അവൻ പഠിക്കും, 100% ഉറപ്പാണ്. അവൻ പഠിച്ചിരിക്കും. അവന് പ്രത്യേകം ടീച്ചേഴ്സിന്റെ ഹെൽപ്പോ ഇനി അതല്ല അവന് വേറൊരു ഹെൽപ്പോ കാര്യങ്ങൾ കൊണ്ടല്ല അവൻ റിസൾട്ടിൽ എത്തുന്നത്, അത് അവന്റെ കഴിവുകൊണ്ടാണ്. ഏതൊരു കുട്ടി റിസൾട്ടിൽ എത്തുമ്പോഴും അതിന്റെ 70% ആ കുട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ആ കുട്ടി എൻട്രൻസിൽ ഏറ്റവും ബെസ്റ്റ് റാങ്കിലേക്ക് എത്തുന്നത്. അതല്ലാതെ ഒരു സ്ഥാപനത്തിന്റെയോ ഒരു അധ്യാപകരുടെയോ മൊത്തം കഴിവുകൊണ്ട് മാത്രമൊന്നുമല്ല ഒരു കുട്ടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. അതാണ് ടീച്ചേഴ്സ്. അവരുടെ കൂടെ നിന്ന് അവരുടെ പൾസ് അറിഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത് നിങ്ങൾക്ക് JPSൽ ഉണ്ടാവും. നിങ്ങൾ റിപ്പീറ്റിനെ സ്വപ്നം കാണുന്നുണ്ടെന്നാണ്. ആ റിപ്പീറ്റ് അല്ല നമ്മുടെ സ്വപ്നം. നമ്മുടെ സ്വപ്നം MBBS ആണ്. MBBS കിട്ടി നേടിയെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. അവരെ പോലെ നിങ്ങൾക്ക് നാളെ സംസാരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്ന ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഒന്ന് റാങ്ക് പിന്നിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കാൻ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ നിങ്ങൾക്ക് പറ്റിപ്പോയ മിസ്റ്റേക്സിനെ തിരുത്തി തരാൻ ഒരാൾ ഉണ്ടാവണം. നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഫിസിക്സിൽ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച സ്കൂളിൽ നിങ്ങൾ ടോപ്പർ ആയിരുന്നു, നിങ്ങൾ 1200 വാങ്ങിച്ചു, അല്ലെങ്കിൽ 1200 1195 വാങ്ങിച്ചു, നിങ്ങൾക്ക് മാർക്ക് പോയത് ഇംഗ്ലീഷിൽ മാത്രം, അത് നിങ്ങൾ സബ്ജക്ട് വൈസ് ടോപ്പാ, നിങ്ങൾ സൂപ്പറാ. പക്ഷെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്ലസ് 2 പഠിച്ചപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ആയിരുന്നു അല്ലേ, നിങ്ങളുടെ കുട്ടി ബെസ്റ്റ് ആയിരുന്നു അല്ലേ, എല്ലാത്തിലും ഫുൾ മാർക്ക് വാങ്ങിച്ചു അല്ലേ, പക്ഷേ എന്താ ഇപ്പോൾ അവന് ചെയ്യാൻ പറ്റാത്ത? എന്താ അവന് തെറ്റുകൾ ആരും തിരുത്തി കൊടുക്കാനില്ലേ? അവന്റെ മിസ്റ്റേക്കുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അന്ന് ടീച്ചർമാരുണ്ടായിരുന്നു, ഇന്നത്തെ ആളുകളില്ലേ? ആ ആളില്ലാതെ പോകുമ്പോൾ, ആ തുടക്കം മുതൽ അവനെ ഗൈഡ് ചെയ്യാൻ ആളില്ലെങ്കിൽ, അവൻ ഇത്രയും കാലം കിട്ടിയേക്കുന്ന കെയറോ സപ്പോർട്ടോ അവന് കിട്ടാതെ വരുമ്പോൾ അവനും ആലോചിച്ച് തുടങ്ങും, ഞാൻ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ഇനി ഈ വർഷം എന്നെ കൊണ്ട് കുട്ടിയെ കൂടൂല. അങ്ങനെയാണെങ്കിൽ അവന് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് അവന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന ആ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിന് റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു നിങ്ങൾ ചൂസ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് JPSലേക്ക് വരാം. ഈ JPSന്റെ കൊയിലാണ്ടിത്തെ ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് വരാം. ഇവിടെ നിങ്ങളുടെ കുട്ടീനെ കെയർ ചെയ്ത്, കുട്ടീനെ സപ്പോർട്ട് ചെയ്ത്, കുട്ടിയുടെ മിസ്റ്റേക്കുകളെ തിരുത്തി പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ടീച്ചർമാരും അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ മെന്റേഴ്സും ഉണ്ട്. ഒരു രീതിയിലും ഒരു പാരൻസും ഒരു ബുദ്ധിമുട്ടും വേണ്ട, നിങ്ങളുടെ കൂടെ ഏത് സമയത്തും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടിക്ക് വേണ്ടത് ഈ ഒരു റിപ്പീറ്റ് ലൈഫിൽ അവൻ്റെ കൂടെ നിൽക്കാൻ ഒരാളാണ്, സ്ട്രെസ് ഇല്ലാതെ പഠിക്കാൻ ഒരാളാണ്. നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ വീണുപോയത് 600 മാർക്കിലും 590 മാർക്കിലും 580 ആണെങ്കിൽ അവന് ചിലപ്പോൾ ഇല്ലാതെ പോയത് അവൻ്റെ കൂടെ നിൽക്കാൻ ഒരാളാണ്. ആ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോ സക്സസിന് പിന്നിലും നമുക്ക് ഓരോ ആൾക്കും പറയാനുണ്ടാവും നമ്മുടെ കൂടെ നിന്ന ഓരോ ആളുകളുടെയും കഥകൾ. ഓരോ ആൾക്കും ഉണ്ടാവും അവരുടെ സപ്പോർട്ടിന് നിന്ന ഏതെങ്കിലും ഒരാളുടെ കഥ. നിങ്ങൾ പാരൻസ് ആണെങ്കിൽ നിങ്ങളുടെ വലിയ സക്സസിന് പിന്നിൽ നിങ്ങൾ ചിലപ്പോൾ ചേട്ടനാണെങ്കിൽ ആ ചേച്ചി ആയിരിക്കും എന്ന് പറയും, അതുപോലെ ചിലപ്പോൾ ചേച്ചിക്ക് ആ ചേട്ടനാണെന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ സക്സസിന് പിന്നിലും ചിലപ്പോൾ ഒരു ടീച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വാർഡനോ
അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ക്ലാസ് ടീച്ചറും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് JPCയിലേക്ക് വരാം. നിങ്ങളുടെ കുട്ടിയുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ എന്താണോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് ട്രീറ്റ് ചെയ്ത് അതിലേറ്റവും ബെസ്റ്റ് എന്താണോ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്ക് പാരൻസിനോട് പറയാനുള്ള വാക്കിതാ, നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ എൻട്രൻസിന് വിടുന്നതിന് മുന്നേ അവന്റെ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിടുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കിട്ടുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാ, കിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. 10th എക്സാം എഴുതിയപ്പോൾ അവിടെ പാസ്സാക്കാനുള്ള വ്യഗ്രതയായിരുന്നു എല്ലാവർക്കും. 100 കുട്ടികൾ എഴുതുന്നതിന് 100 കുട്ടികളെ എങ്ങനെയെങ്കിലും പാസ്സാക്കണമെന്ന് ആഗ്രഹിച്ച എക്സാം ആയിരുന്നു എല്ലാവരെയും പാസ്സാക്കുന്ന എക്സാം. +2 കഴിഞ്ഞപ്പോഴും അതും എല്ലാവരെയും പാസ്സാക്കുന്ന എക്സാം ആയിരുന്നു. പക്ഷെ എൻട്രൻസ് ലൈഫിലേക്ക് പോകുമ്പോൾ ഒരു നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഈ വർഷം 25 ലക്ഷത്തോളം കുട്ടികൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ എഴുതിയേക്കുന്ന ഈ വലിയൊരു എക്സാമില്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമില് ആരെയും സെലക്ട് ചെയ്യപ്പെടുന്ന എക്സാം അല്ല ഇത്. ഇറ്റ്സ് എൻ എലിമിനേഷൻ. ഇത് ഒരാളെ പുറത്താക്കുന്ന എക്സാമാ. 100 പേരെ എഴുതുമ്പോൾ 1 or 2 കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യപ്പെടുന്ന എക്സാമാണ് നീറ്റ് എൻട്രൻസ് എക്സാം. അതില് മത്സരിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ മത്സരിക്കാൻ ഒരുങ്ങിക്കോളുക. എല്ലാ രീതിയിലും എല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു വർഷത്തിൽ ഫാമിലിയും ഫ്രണ്ട്സും നിങ്ങൾ ഇത്രയും കാലം കണ്ടേക്കുന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയ എല്ലാം വിട്ടിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളുക. ഇവിടെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഈ ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഹാപ്പി ആയിന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴും കഷ്ടപ്പെടാൻ കുറേയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കുക, മനസ്സമാനത്തോടു കൂടെ ഒരു ദിവസങ്ങളിൽ കിടന്നുറങ്ങാം. നിങ്ങൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, ഇത് റിപ്പീറ്റേഴ്സ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ എനിക്കറിയാം നിങ്ങൾ കുറെ ആഗ്രഹിച്ച് ഒരു വർഷം കഷ്ടപ്പെട്ട കുട്ടികളാവാം. ആ ഒരു വർഷത്തിൽ നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെട്ടവരാവാം. ചിലപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പെട്ടവരാവാം. അങ്ങനെ 1ഉം 2ഉം ചിലപ്പോൾ 3ഉം വർഷം കഷ്ടപ്പെട്ടിട്ടും കിട്ടാതെ പോയ കുട്ടികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ വരാം JPCയിലേക്ക്. ഇവിടെ നല്ലൊരു അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ട്, നല്ലൊരു അക്കാഡമിക് പ്ലാൻ ഉണ്ട്. നിങ്ങളെ 1 ഇയറിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം എന്താണെന്ന് ഇവിടെ സ്ട്രക്ചേർഡ് ആണ്. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ എക്സാം നടക്കണമെന്ന് ഇവിടെ പ്ലാൻഡ് ആണ്. ആ എക്സാമിന് എന്തൊക്കെ നിങ്ങളോട് ചോദിക്കണമെന്നും അവസാന സമയം വരെ എങ്ങനെ നിങ്ങളെ കൂടെ നിർത്തണമെന്നും ഏത് ദിവസം കൊണ്ട് നമ്മുടെ എക്സാംസ് തീരണമെന്നും അത് കഴിഞ്ഞ് മൊഡ്യൂൾ എക്സാംസ് ഏത് സമയം മുതൽ ഏത് സമയം വരെ, ഏത് സമയം മുതൽ ഏത് സമയം വരെ, മോഡൽ എക്സാംസ്, എല്ലാ കാര്യത്തിലും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനോട് കൂടിയാണ് JPC ഈ വർഷം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ എക്സാംസ് ആണ് ഈ കഴിഞ്ഞ റിസൾട്ട് വരാൻ പോകുന്ന കുട്ടികളുടെ റിസൾട്ടുകൾ നിങ്ങളോടും ഞങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാരന്റ്സിനോട് പറയാനുള്ളതും കുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തരാൻ പറ്റുന്ന, ഏറ്റവും ബെസ്റ്റ് ഒരു അക്കാഡമിക് സ്ട്രക്ചർ ഉള്ള ഒരു സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, നാളത്തെ ഡോക്ടർ ആവണമെന്ന് മനസ്സുകൊണ്ട് അത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, വൈറ്റ് കോട്ട് സ്റ്റെത്തും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, പോന്നേക്ക് JPCയിലേക്ക്. ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ അവസാന മൊമെന്റ് വരെ. കൂടെ ഉണ്ടാവും ഇവിടെ ഓരോ ആളുകളും. ഓക്കെ മക്കളെ, കാണാം നമുക്ക് വരുന്ന ദിവസങ്ങൾ.